കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവേഷകർ ഡെയർ വൂൾഫുകളെ തിരികെ കൊണ്ടുവന്നു എന്നുള്ള തരത്തിൽ ചില വാർത്തകൾ നിങ്ങൾ കണ്ടിരിക്കും. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടാൻ ലേറ്റായത്. യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട്. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പിടികിട്ടും. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന JR സ്റ്റുഡിയോ സയൻസ് കളക്റ്റീവിലെ സ്പെഷ്യൽ മെമ്പേഴ്സിന് പ്രത്യേകം നന്ദി. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. ഞാൻ നിങ്ങളെ ചരിത്രത്തിലെ ഒരു കഥയിലേക്ക് ക്ഷണിക്കുകയാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞു മൂടിയ ഒരു സമതലത്തിൽ നിങ്ങൾ നിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. കാറ്റ് ശക്തിയായി വീശുന്നു. ദൂരെ മാമത്തുകൾ മേയുന്നു. അപ്പോഴാണ് താഴ്ന്ന ഒരു മുരൾച്ച നിങ്ങൾ കേൾക്കുന്നത്. പക്ഷേ അതൊരു ചെന്നായുടേതല്ല. അതിനേക്കാൾ ആഴത്തിലുള്ളതും ഇടിമുഴക്കം പോലെയുള്ളതുമായൊരു ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. മൂടൽ മഞ്ഞിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു സാധാരണ ഇരപിടിയനല്ല. അതൊരു ഡെയർ വൂൾഫായിരുന്നു. ഗെയിം ഓഫ് ത്രോൺ സീരീസിൽ നമ്മൾ കണ്ടു ഞെട്ടിയ, എന്നാൽ അതിനോട് തുല്യമായി നിൽക്കാവുന്ന ഒരു ജീവി. ഡെയർ വൂൾഫുകൾ യഥാർത്ഥ ജീവികളായിരുന്നു. അവ വ്യാളികളോ കെട്ടുകഥകളിലെ വലിയ സാങ്കല്പികമായിട്ടുള്ള മായാജാല ജീവികളോ ഒന്നും ആയിരുന്നില്ല. ശാസ്ത്രീയമായ യാഥാർത്ഥ്യം. എയ്നോകയോൺ ഡൈറസ് എന്നറിയപ്പെടുന്ന ശാസ്ത്രീയ നാമത്തിലുള്ള ഇവയുടെ പേരിൻ്റെ അർത്ഥം ഭീകരനായിട്ടുള്ള ചെന്നായ എന്നാണ്. ഏകദേശം 2,50,000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്ലീസ്റ്റോസിൻ യുഗത്തിലെ അവസാന കാലഘട്ടത്തിലാണ് ഡെയർ വൂൾഫുകൾ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും സ്വൈര്യവിഹാരം നടത്തിയിരുന്നത്. ഇന്നത്തെ ചാരനിറത്തിലുള്ള ചെന്നായ്ക്കളേക്കാൾ വലുതും തടിച്ചതും ശക്തമായിട്ടുള്ള ഇരപിടിയനുമായിരുന്ന ജീവികളായിരുന്നു അവർ. അവയുടെ കടിയെന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിച്ചിരുന്ന എല്ലാ നായവർഗ്ഗങ്ങളിലെയും വെച്ച് ഏറ്റവും ശക്തമായ കടിയായിരുന്നു. ഇരകൾ മുയലുകളോ മാനുകളോ മാത്രമായിരുന്നില്ല, മറിച്ച് കാട്ടുപോത്തുകൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, എന്തിന് മാമത്തുകളുടെ കുട്ടികളെപ്പോലും ഭക്ഷണമാക്കുന്നൊരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഗവേഷകരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പേരിൽ ചെന്നായ എന്നുണ്ടെങ്കിലും ഡെയർ വൂൾഫുകൾ യഥാർത്ഥത്തിൽ ചെന്നായ ആയിരുന്നില്ല. അവയ്ക്ക് ഇന്നത്തെ ഒരു നായയുടെയോ ചെന്നായയുടെയോ നേരിട്ടുള്ള പൂർവികരും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ അവ തികച്ചും വ്യത്യസ്തമായൊരു സ്പീഷീസ് ആയിരുന്നു. ഇന്നത്തെ ചാരച്ചെന്നായ്ക്കളേക്കാൾ ആഫ്രിക്കൻ കുറുനരികളുമായിട്ടായിരുന്നു അവയ്ക്ക് കൂടുതൽ സാമ്യതയുണ്ടായിരുന്നത്. ഹിമയുഗത്തിലെ പല ഭീമൻ ജീവികളെയും പോലെ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ ഹിമയുഗത്തിൻ്റെ അന്ത്യത്തോടെ ഡെയർ വൂൾഫുകൾക്കും വംശനാശം സംഭവിച്ചു. വ്യക്തമായ കാരണം അറിയില്ല എങ്കിലും സാധാരണ മറ്റു ജീവജാലങ്ങൾക്കുള്ളതുപോലെ കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥകളില്ലാതായത്, ആദ്യകാലത്തുള്ള മനുഷ്യരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നിവയൊക്കെ ആയിരിക്കണം ചിലപ്പോൾ അവയെ പൂർണ്ണമായി ഇല്ലാതാക്കിയത് എന്ന് ഗവേഷകർ കരുതുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി അവയുടെ അസ്ഥികളും മറ്റു ഭാഗങ്ങളും മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ആധുനിക കാലഘട്ടത്തിലേക്ക് വരാം. നമുക്കവയെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നുള്ളതാണല്ലോ ചോദ്യം. ഒരു കാലത്ത് ജുറാസിക് പാർക്ക് പോലെയുള്ള സിനിമകളുടെ ഇതിവൃത്തമായിരുന്നു ഈ ഒരു ചോദ്യം. ഇപ്പോൾ ഡി എക്സ്റ്റൻഷൻ എന്നൊരു പേരിൽ നമ്മൾ പറയുമ്പോൾ ശാസ്ത്ര സമൂഹത്തിന് അത് കുറച്ചും കൂടെ ഫെമിലറാണ്. കാരണം വംശനാശം സംഭവിച്ച ജീവിവർഗങ്ങളെ അത്യാധുനികമായിട്ടുള്ള ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പദമാണത്. എന്നാൽ ഈ പദത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയ്ക്കുള്ളിൽ ക്ലോണിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് തുടങ്ങിയ വാക്കുകളെല്ലാം ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ടെക്നോളജികളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പുരാതന DNA-യും ആധുനിക ശാസ്ത്രവും ചേർന്നിട്ടുള്ള ഒരു മെക്കാനിസമാണിത്. സോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പലതുണ്ട്. നമ്മൾ മുമ്പ് 2-3 വീഡിയോ മുമ്പ് മാമത്തുകളെ തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ മാമത്തുകളെ വീണ്ടും ആർട്ടിക് തുന്ദ്രയിൽ വിഹരിക്കാൻ വിടുക, കോടിക്കണക്കിന് എണ്ണമുണ്ടായിരുന്ന പാസഞ്ചർ പ്രാവുകൾ, അവയും വംശനാശം സംഭവിച്ചതാണ്, അതിനെ തിരികെ കൊണ്ടുവരിക, ടാസ്മാനിയൻ കടുവ അല്ലെങ്കിൽ തൈലസിനെ പുനഃസൃഷ്ടിക്കുക തുടങ്ങിയ പല കാര്യങ്ങൾക്കും ഇടയിലുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഡെയർ വൂൾഫുകളെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും പറയുന്നത് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നും കാലാവസ്ഥാ മാറ്റം പരിഹരിക്കാൻ കഴിയുമെന്നൊക്കെയാണ്. പക്ഷേ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമാണ്. എന്തായാലും ലബോറട്ടറിയിൽ ഒളിപ്പിച്ചു വെച്ച ശാസ്ത്രകൽപ്പിത കഥകളല്ല ഇതൊന്നും. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊളോസൽ ബയോസയൻസസ് പോലെയുള്ള കമ്പനികളാണ്, സ്റ്റാർട്ടപ്പുകളാണ് പ്രധാനമായിട്ടും ഹോളിവുഡ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പേരും പലതരത്തിലുള്ള അതിമോഹങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. 2021 സ്ഥാപിതമായ കൊളോസൽ ബയോസയൻസസ് ജീവശാസ്ത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏഷ്യൻ ആനകളെ വാടക ഗർഭപാത്രമായി ഉപയോഗിച്ചുകൊണ്ട് രോമക്കുപ്പായമുള്ള മാമത്തിനെ 2030 തിരികെ കൊണ്ടുവരാനും അതിൻ്റെ പേരിൽ ഒരുപാട് നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും മീഡിയ അറ്റൻഷൻ കിട്ടാനും അവർക്ക് സാധിച്ചു. പക്ഷേ അവരവിടെ നിർത്തിയില്ല. ഈ അടുത്ത സമയത്ത് കൊളോസൽ പുതിയൊരു കാര്യം വെളിപ്പെടുത്തി.
അതായത് ഡി എക്സ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ഡെയർ വൂൾഫുകളെ അവർ തിരികെ കൊണ്ടുവന്നതായിട്ടും അതിനെ വളർത്തിയെടുത്തതായിട്ടും പ്രഖ്യാപിച്ചു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിരുന്നോ, അതോ മികച്ച രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു ജനറ്റിക്കൽ PR ടെക്നിക്കാണോ? ഇനി നമുക്ക് കൊളോസസിൻ്റെ അവകാശവാദം എന്താണെന്ന് നോക്കാം. പുരാതന DNA-യും ക്രിസ്പർ എഡിറ്റിങ്ങും ഉപയോഗിച്ച് അവർ ഡെയർ വൂൾഫുകളെ പുനഃസൃഷ്ടിച്ചു. സത്യമാണോ? അവർ തുടങ്ങിയത് ചാരച്ചെന്നായ്ക്കളിൽ നിന്നാണ്. ഡെയർ വൂൾഫുകളുമായി അത്ര അടുത്ത ബന്ധമില്ലാത്തൊരു സ്പീഷീസാണ് ചാരച്ചെന്നായ്ക്കൾ. 2 പുരാതന ഡെയർ വൂൾഫ് ഫോസിലുകളിൽ നിന്നും ഭാഗികമായ DNA ശ്രേണികളെ വേർതിരിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഹെയോയിൽ നിന്നുള്ള 13,000 വർഷം പഴക്കമുള്ള ഒരു ഡെയർ വൂൾഫിൻ്റെ പല്ലും ഐഡഹോയിൽ നിന്നുള്ള 72,000 വർഷം പഴക്കമുള്ള ഒരു ഡെയർ വൂൾഫിൻ്റെ ചെവിക്കുള്ളിലെ അസ്ഥിയുമാണ് അവർക്ക് DNA വേർതിരിച്ചെടുക്കാനായിട്ട് കിട്ടിയത്. ഇത് ഡെയർ വൂൾഫിൻ്റെ ജനിതക ഘടനയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും യഥാർത്ഥത്തിലുള്ള ഡി എക്സ്റ്റിൻഷൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജനിതക ഘടന ലഭിച്ചില്ല. അതുകൊണ്ട് ഒരു പൂർണ്ണ ഡെയർ വൂൾഫിനെ ക്ലോൺ ചെയ്യുന്നതിന് പകരം അവർ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നായവർഗമായ ചാരച്ചെന്നായയുടെ DNA എടുത്തു. ഏകദേശം 2.5 ബില്യൺ, അതായത് 250 കോടി ബേസ് ജോഡികളുള്ള ജനിതക ഘടനയിൽ നിന്ന് വെറും 20 ബേസ് ജോഡി മാത്രം എഡിറ്റ് ചെയ്തു. നിങ്ങൾ താരതമ്യം നോക്കണം, വെറും 20 ബേസ് ജോഡി. ഈ മാറ്റങ്ങൾ 14 ജീനുകളിലാണ് പ്രധാനമായിട്ടും വരുത്തിയത്. ഇങ്ങനെ ചില ഡെയർ വൂൾഫിന് സമാനമായ സവിശേഷതകൾക്ക് കാരണമാകാവുന്ന ചില ഭാഗങ്ങൾ ഇങ്ങനെ മാറ്റിയെന്നാണ് കൊളോസൽ അവകാശപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും രോമത്തിൻ്റെ നിറം, വലിപ്പം, തലയോട്ടിയുടെ ഘടന, ഒരുപക്ഷെ താടിയെല്ലിൻ്റെ ശക്തി എന്നിവയെല്ലാം തന്നെ ഈ എഡിറ്റിങ്ങിലൂടെ മാറിയിട്ടുണ്ടാകും. എന്നാൽ എഡിറ്റ് ചെയ്ത ഭ്രൂണങ്ങളെ വഹിക്കാൻ അവർ വളർത്തുനായ്ക്കളെ വാടക അമ്മമാരായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലം എന്താണ്? ചില ജനിതക മാറ്റമുള്ള നായ്ക്കുട്ടികൾ, അതായത് കാഴ്ചയിൽ അല്പം കൂടി ഭീകരമായ രൂപം തോന്നിപ്പിക്കുന്ന ജീവികൾ ജനിച്ചു. എന്നാൽ ഇവിടെയാണ് ശാസ്ത്രം ഒരു ബോംബ് പൊട്ടിക്കുന്നത്. 2021 പ്രശസ്തമായിട്ടുള്ള ഈ റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്ന നേച്ചർ ജേണലിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ജനിതക പഠനം വന്നിരുന്നു. ദീർഘമായി നിലനിന്നിരുന്ന ഒരു തെറ്റിദ്ധാരണയാണത് തകർത്തത്. ഡെയർ വൂൾഫുകളെന്ന് നമ്മൾ ഈ പറയുന്ന ജീവികൾ ചെന്നായ കുടുംബത്തിൻ്റെ ശാഖയിൽ പോലും ഉൾപ്പെടുന്നില്ല എന്നാണ് ആ പഠനം തെളിവ് സഹിതം തെളിയിച്ചിരിക്കുന്നത്. ഏകദേശം 6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജീവി ചെന്നായയുടെ വംശപരമ്പരയിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. മനുഷ്യനും ഇപ്പോഴുള്ള ചിമ്പാൻസികളും തമ്മിലുള്ള അകലം പോലെയാണ് യഥാർത്ഥ ഡെയർ വൂൾഫുകളും ഇന്ന് കാണുന്ന ജീവികളും തമ്മിലുള്ള, പ്രത്യേകിച്ച് ചെന്നായ്ക്കളും തമ്മിലുള്ള വ്യത്യാസം. സോ ഇവ തമ്മിൽ ഇണചേരാനോ അല്ലെങ്കിൽ സങ്കരവർഗ്ഗങ്ങൾ ഉണ്ടാകാനോ ജീനുകൾ പങ്കുവയ്ക്കാനോ ഉള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഒരു ഡെയർ വൂൾഫിനെ പുനഃസൃഷ്ടിക്കാൻ ചാരച്ചെന്നായയുടെ DNA ഉപയോഗിക്കുന്നത് ഒരു നിയാണ്ടർതാലിനെ പുനഃസൃഷ്ടിക്കാൻ ചിമ്പാൻസിയുടെ DNA ഉപയോഗിക്കുന്നത് പോലെയാണ് എന്ന് നമുക്ക് പറയാം. കാഴ്ചയിൽ അവ ഒരുപോലെ തോന്നിയേക്കാം, പക്ഷേ ജനിതകപരമായിട്ട് അവ തികച്ചും വ്യത്യസ്തമാണ്. അതിനർത്ഥം കൊളോസൽ സൃഷ്ടിച്ചത് ഒരു ഡെയർ വൂൾഫിനെ അല്ല, അത് രൂപമാറ്റം വരുത്തിയ ഒരു ചാരച്ചെന്നായ സങ്കരയിനം മാത്രമാണ്. പക്ഷെ കാത്തിരിക്കുക, ഡി എക്സ്റ്റൻഷൻ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. അതെ, കൊളോസൽ വാർത്തകളിൽ ഇടം നേടുന്നതിന് വളരെ മുമ്പ് തന്നെ അത് സംഭവിച്ചു. 2003 സ്പെയിനിലെ ശാസ്ത്രജ്ഞർ ക്ലോണിംഗ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ഡി എക്സ്റ്റൻഷന് ശ്രമിച്ചിരുന്നു. പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ച മൃഗത്തിൻ്റെ പേര് പിരാനിയൻ ഐബെക്സ് അഥവാ സ്പാനിഷ് ടെറർ എന്നറിയപ്പെടുന്ന മലയാട് വർഗ്ഗമാണ്. ഇവ ചെയ്ത സമയത്തിന് 3 വർഷം മുമ്പ് പൂർണ്ണമായും വംശമറ്റുപോയി. ഒരു ജീവിയും ബാക്കിയുണ്ടായിരുന്നില്ല. സോ ഗവേഷകർ അവരുടെ കയ്യിലുണ്ടായിരുന്ന സംരക്ഷിച്ചു വെച്ച തൊലിയിൽ നിന്ന് സാമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് DNA ക്ലോൺ ചെയ്യാൻ തുടങ്ങി. വളർത്ത ആടുകളുടെ അണ്ഡങ്ങളിൽ നിക്ഷേപിച്ചു, അല്ലെങ്കിൽ അവരുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. അങ്ങനെ ഭ്രൂണം വികസിച്ച് ഒരു ഐബെക്സ് കുഞ്ഞ് ജനിച്ച് 7 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണത് ജീവിച്ചിരുന്നതെങ്കിലും ആദ്യമായി വംശനാശം സംഭവിച്ച് തിരിച്ചു വന്ന മൃഗമായി അത് മാറി. ദുഃഖകരമെന്ന് പറയട്ടെ, ആ ക്ലോണിങ്ങിന് ശേഷം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള ഒരു ജീവിയായിട്ടാണ് അത് ജനിച്ചത്. അതുകൊണ്ടാണ് ചത്തുപോയത്. ആ പ്രക്രിയ പിന്നീട് വിജയകരമായി ആവർത്തിക്കാനും കമ്പനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിസ്സംശയമായിട്ട് അതായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യത്തെ ഡി എക്സ്റ്റൻഷൻ. അപ്പോൾ കൊളോസലിൻ്റെ ലോകത്തിൽ ആദ്യം എന്ന അവകാശവാദം കൃത്യമല്ല. നമുക്കൊന്ന് ഇരുന്ന് ചിന്തിക്കാം, നമ്മളിതൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഡി എക്സ്റ്റൻഷൻ്റെ ശാസ്ത്രം വളരെ രസകരമാണ്. പക്ഷേ അത് ഗൗരവപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്തിക്കലും എക്കോളജിക്കലും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ജീവികൾ ഫേസ് ചെയ്യുന്ന ദുരന്തങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്.
പരിസ്ഥിതിയിലുണ്ടാകുന്ന വ്യത്യാസം, അതായത് പുനർജീവിപ്പിച്ച ജീവികൾ എവിടെ ജീവിക്കുമെന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥ ഇല്ലാത്തിടത്ത് എന്തിനവയെ കൊണ്ടുവരണം എന്നുമുള്ള ചോദ്യം. പിന്നീട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ജീവികൾ മറ്റ് ജീവികളുമായിട്ട് ഇണചേർന്നാൽ ഉണ്ടാകാവുന്ന ഈ ജനറ്റിക്കലായിട്ടുള്ള ഒരു പൊല്യൂഷൻ, ജനിതക മലിനീകരണം എന്ന് പറയും. പിന്നെ ഏത് ജീവിവർഗ്ഗങ്ങൾ തിരികെ വരണം തിരികെ വരണ്ട എന്ന് തീരുമാനിക്കുന്നത് വൻ കമ്പനികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭമുണ്ടാകില്ലേ? അപ്പോൾ അത് പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ള ചോദ്യം. പിന്നെ ഈ ചിലവാക്കുന്ന പണവും മറ്റും ഉപയോഗിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങൾ വംശമറ്റ് പോകുന്നത് തടഞ്ഞുകൂടെ എന്നുള്ള ചോദ്യം. അങ്ങനെ പല ചോദ്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തായാലും കൊളോസൽ ബയോസയൻസസ് ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ചെയ്തത് പറയുന്ന അത്ര വലിയ സംഭവം ഒന്നുമല്ല. അവർ തന്നെയാണ് തൊട്ട് മുമ്പ് മാമത്തുകളുടെ രോമമുള്ള എലികളെ വികസിപ്പിച്ചെടുത്തത് എന്നുകൂടി ഓർക്കുമ്പോൾ അവരെ കൊണ്ട് കഴിയും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു മാധ്യമ ശ്രദ്ധയും PR വർക്കും ഫണ്ട് റേസ് ചെയ്യാനുള്ള ശ്രമവും ആയിരിക്കാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അതുകൊണ്ട് റോമലസും റെമസും ഖേസിയും ഒക്കെ മനോഹരങ്ങളായിട്ടുള്ള നായ്ക്കുട്ടികൾ തന്നെയാണ്. പക്ഷേ അവർ ഡെയർ വൂൾഫുകളല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കിപ്പോഴും അറിയില്ല ഈ എത്ര മാത്രമാണ് നമ്മളിതൊക്കെ ചെയ്ത് സക്സസ് ആക്കാൻ പോകുന്നതെന്ന്. കാരണം ഇനിയും നമ്മൾ ബയോളജി നന്നായിട്ട് പഠിക്കാനും ജനിതക ഘടകങ്ങളെ നന്നായിട്ട് പഠിക്കാനും അതിൻ്റെ ടെക്നിക്കുകൾ ഹാക്ക് ചെയ്യാനുമുള്ള പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇതേ കമ്പനി തന്നെയാണ് 2030 അവസാനത്തോടെ ആനകളുമായിട്ട് ഇടകലർത്തി മാമത്തുകളെ തിരികെ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോഴും ഇത് എത്രമാത്രം സക്സസ് ആവും എന്ന് കാത്തിരുന്ന് കാണണം. അതിനു മുമ്പ് എന്തെങ്കിലും വിപ്ലവകരമായിട്ടുള്ള പുതിയ മുന്നേറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായാൽ മാത്രമേ പുതിയ സൃഷ്ടികൾ ഉണ്ടാകൂ എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ JR സ്റ്റുഡിയോ സയൻസ് കളക്റ്റീവിൽ മെമ്പറാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കുക. നമുക്കവിടെ കാണാം. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ